എല്ലാവർക്കും നമസ്കാരം. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഒരൊറ്റ കുഞ്ഞൻ കോശത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു സമൂഹം മുഴുവനായി ഉണ്ടാകുന്നതെന്ന്? അതെ, നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങിയ ആ ഒരു അത്ഭുത യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ ജീവന്റെ തുടക്കം മുതൽ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം വരെ നമുക്ക് ഈ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെയെല്ലാം തുടക്കം ഈയൊരു ചോദ്യത്തിൽ നിന്നാണ്, അല്ലേ? എങ്ങനെയാണ് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരൊറ്റ കോശം വളർന്ന് നമ്മളെപ്പോലെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പൂർണ്ണ മനുഷ്യനായി മാറുന്നത്? ഈ അത്ഭുതകരമായ പ്രക്രിയയുടെ ഓരോ ഘട്ടങ്ങളിലേക്കും നമുക്ക് പോവാം. ശരി, അപ്പോൾ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കുകയാണ്. ജീവന്റെ ആ ഒരു സ്പാർക്ക്, ആ ഒരു തീപ്പൊരി തുടങ്ങുന്ന നിമിഷം, അതാണ് ബീജസങ്കലനം. ഓരോ മനുഷ്യന്റെയും ജീവിതം തുടങ്ങുന്നത് ഒരു വലിയ മത്സരത്തോടെയാണ്. ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ബീജങ്ങൾ ഒരൊറ്റ അണ്ഡം ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. അതിൽ ആ ഒരെണ്ണം മാത്രം വിജയിക്കുന്നു. ആ നിമിഷത്തിലാണ് ഒരു പുതിയ ജീവന്റെ ആദ്യ തുടിപ്പുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ബീജസങ്കലനം എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ കോശം, അതായത് സിക്താണ്ഡം, അതിനുള്ളിലുണ്ട് ഒരു പുതിയ വ്യക്തിയുടെ മുഴുവൻ ബ്ലൂ പ്രിന്റ്. മുടിയുടെ നിറം എന്തായിരിക്കണം, കണ്ണിന്റെ നിറം, എന്തിന് ചില സ്വഭാവങ്ങൾ വരെ തീരുമാനിക്കുന്ന ജനിതക വിവരങ്ങൾ എല്ലാം ആ ഒരൊറ്റ സെല്ലിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒരു അത്ഭുതമല്ലേ? ശരി, നമുക്ക് ഈ പ്രക്രിയയുടെ സ്റ്റെപ്പുകളൊന്ന് നോക്കാം. ആ ഒരൊറ്റ കോശം അവിടെ നിൽക്കുകയല്ല, അത് അതിവേഗം വിഭജിക്കാൻ തുടങ്ങും. ആദ്യം സിക്താണ്ഡം, പിന്നെ അതൊരു 16-32 കോശങ്ങളുള്ള ഒരു കൂട്ടമായി മാറും. അതിനെ നമ്മൾ മോറുല എന്ന് പറയും. പിന്നീട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നൊരു ഘടനയായി മാറി ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് വളരാൻ തയ്യാറെടുക്കും. ഈ ചിത്രം നോക്കൂ. ആ ഒരു മുഴുവൻ യാത്രയും ഇതിൽ വളരെ ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. അണ്ഡാശയത്തിൽ നിന്ന് അണ്ഡം പുറത്തുവരുന്നതും ബീജസങ്കലനം നടക്കുന്നതും പിന്നെ ഗർഭപാത്രത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ പറ്റിപ്പിടിക്കുന്നതുവരെയുള്ള ആ ഒരു അവിശ്വസനീയമായ മൈക്രോസ്കോപ്പിക് യാത്ര. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഗർഭപാത്രത്തിൽ സ്ഥാനം പിടിച്ച ആ കോശങ്ങളുടെ കൂട്ടം അടുത്ത 9 മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു കുഞ്ഞായി മാറുന്നത് നമുക്ക് നോക്കാം. ഗർഭപാത്രത്തിനുള്ളിൽ വളരെ സുരക്ഷിതമായിരിക്കുന്ന ഈ ഭ്രൂണത്തിന് വളരാൻ വേണ്ടതെല്ലാം എങ്ങനെയായിരിക്കും കിട്ടുന്നത്? അതിന് ഭക്ഷണവും ഓക്സിജനുമൊക്കെ വേണ്ടേ? അതിനായി പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സൂപ്പർ സപ്പോർട്ട് സിസ്റ്റമുണ്ട്. ഈ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിലെ പ്രധാനികളാണ് പ്ലാസന്റ, പൊക്കിൾക്കൊടി, പിന്നെ ആംനിയോട്ടിക് ദ്രവം. അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങളും ഓക്സിജനുമെല്ലാം കുഞ്ഞിലേക്കെത്തിക്കുന്നത് ഈ പ്ലാസന്റയും പൊക്കിൾക്കൊടിയുമാണ്. പിന്നെ പുറത്തുനിന്നുള്ള ചെറിയ തട്ടലുകളിൽ നിന്നും മുട്ടലുകളിൽ നിന്നുമൊക്കെ ഒരു കുഷൻ പോലെ സംരക്ഷിക്കുന്നതാണ് ഈ ആംനിയോട്ടിക് ദ്രവം. ഗർഭകാലം മുന്നോട്ട് പോകുമ്പോൾ ഭ്രൂണത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും. 2ാം ഘട്ടത്തിലൊക്കെ ആവുമ്പോഴേക്കും കുഞ്ഞ് അനങ്ങിത്തുടങ്ങും, കൺപോളകളൊക്കെ തുറക്കും. 3ാം ഘട്ടമാവുമ്പോഴേക്കും ശ്വാസകോശമൊക്കെ പൂർണ്ണ വളർച്ചയെത്തും, ശരീരഭാരം പെട്ടെന്ന് കൂടും. ഓരോ മാസവും ഗർഭപാത്രത്തിനുള്ളിൽ പുതിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ജനനത്തിനു ശേഷം നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ് കൗമാരം. കുട്ടിക്കാലത്ത് നിന്ന് യൗവനത്തിലേക്കുള്ള ആ ഒരു പാലം, ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയം. ഈ സമയത്താണ് നമ്മൾ പ്രായപൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ പ്യൂബർട്ടി എന്ന് പറയും. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന വളരെ നിർണായകമായൊരു സമയമാണിത്. പക്ഷേ കൗമാരമെന്ന് പറയുന്നത് ശരീരത്തിലെ മാറ്റങ്ങൾ മാത്രമല്ല, സമൂഹത്തെക്കുറിച്ച് പഠിക്കാനും മറ്റുള്ളവരുമായി എങ്ങനെ ഇടപെടണമെന്നും ഏറ്റവും പ്രധാനമായി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട്, തെറ്റായ കാര്യങ്ങളോട് നോ എന്ന് പറയാൻ പഠിക്കാനുമുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. ഇതുവരെ നമ്മൾ ഒരു വ്യക്തിയുടെ ശാരീരിക വളർച്ചയെക്കുറിച്ചാണ് സംസാരിച്ചത്, അല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. ഒരു വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. സെക്സ്, ജെൻഡർ. ഇത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിയാണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ ശാരീരികമായി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ജെൻഡറോ, അത് സമൂഹം കൽപ്പിച്ചു തരുന്ന റോളുകളാണ്, അല്ലേ? ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ അടുക്കളയിൽ ഒതുങ്ങണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് ജെൻഡർ റോളുകൾ. ഒന്ന് ബയോളജിക്കൽ, മറ്റേത് സോഷ്യൽ. അപ്പോ എന്താണ് ഈ ലിംഗനീതി അഥവാ ജെൻഡർ ജസ്റ്റിസ്? സിമ്പിളായി പറഞ്ഞാൽ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ലഭിക്കുക. പഠിക്കാൻ, ജോലി ചെയ്യാൻ, സ്വന്തമായി തീരുമാനങ്ങളെടുക്കാൻ, പേടിയില്ലാതെ യാത്ര ചെയ്യാൻ, എല്ലാത്തിനും തുല്യ അവസരം. അതാണ് ലിംഗനീതി. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്നുണ്ടോ? ഈ ഒരു വാചകം കേട്ടുനോക്കൂ. അവർക്ക് നേരത്തെ തന്നെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു. വിവാഹം, ശിശുസംരക്ഷണം, കുടുംബം പോറ്റൽ എന്നിവയിൽ ഒതുങ്ങിക്കൂടുന്നു.
ഇത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരുപാട് പെൺകുട്ടികൾ നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ ആരോഗ്യവും സമൂഹത്തിലെ സമത്വവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ സ്വന്തം കേരളം. ഇന്ത്യയിലെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഇത് പൊതുജനാരോഗ്യ രംഗത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ കേരളം എങ്ങനെ ഈ നേട്ടം കൈവരിച്ചു? ഇതിനു പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകളുടെ ഉയർന്ന സാക്ഷരതാ നിരക്ക്. വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവർ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും കൂടുതൽ ബോധവതികളായി. രണ്ട്, നമുക്കിവിടെയുള്ള മികച്ച മാതൃശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നല്ല പൊതുജനാരോഗ്യ പദ്ധതികളും. അപ്പോൾ എന്താ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്? വിദ്യാഭ്യാസവും ആരോഗ്യവും ഒരുമിച്ച് കൊണ്ടുപോയാൽ ഒരു സമൂഹത്തിന് എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ചും അതിന്റെ വളർച്ചയെക്കുറിച്ചും മനസ്സിലാക്കുന്നത് ഒരു തുടക്കം മാത്രമാണ്. ആ അറിവ് വെച്ചുകൊണ്ട് ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും ആരോഗ്യവും നീതിയും ഉറപ്പാക്കുന്ന ഒരു നല്ല സമൂഹം നമുക്കെങ്ങനെ ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ സാധിക്കും? ഈയൊരു ചോദ്യത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി.